നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ആകെ വിട്ടൊക്കെ പോകുന്ന കേടായിട്ടുള്ള പായ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ വല്ലാതെ കേടാവുമ്പോൾ കളയാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പായ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കൊച്ചു ഐഡിയാസാണ് ഞാനിന്ന് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഐഡിയാസ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു കേടായിട്ടുള്ള പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് മാത്രമല്ല ഇടയിലൊക്കെ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇത് അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കളയാൻ വെച്ചതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ 2-3 കൊച്ചു ഐഡിയാസ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കൂ കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല പീസ് നോക്കിയിട്ട്, നല്ല ഭാഗം നോക്കിയിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പോരുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ, ഏറ്റവും അറ്റത്തൊക്കെ ഉള്ളത്. അതുപോലെ ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ചിപ്സിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം ഇത് വെച്ചിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കുക. താഴേക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് നോക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്യുക ഒന്നും കൂടെ. ഇനി ഇതിങ്ങനെ അഴിഞ്ഞ് പോകുന്നതുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറ്റത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഗമ്മാക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും നൂലൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഊരിപ്പോരത്തില്ല. അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഫുൾ എല്ലായിടത്തും ഗമ്മാക്കൊന്നും വേണ്ട. ആ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നീളത്തിലാക്കുക. പിന്നെ ആ ഒരു സൈഡിൽ മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിട്ടിരുന്നോളും. ഇങ്ങനെ ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് നീറ്റായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്ന നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഈ ഒരു അടിഭാഗത്തും നന്നായിട്ടൊന്ന് ഗമ്മാക്കി കൊടുക്കുക. തീരെ അങ്ങനെ അഴിഞ്ഞൊന്നും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പായയ്ക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ സെലക്ട് ചെയ്യാം. അതിലുള്ള കളറിനെ തന്നെ ഒന്ന് ഡാർക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഒരു വയലറ്റ് പോലത്തെ ഒരു കളറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം എൻ്റെ കയ്യിലുള്ള ഈ ഒരു അക്രിലിക് കളർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് മുകളിൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു മറ്റേ ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ഓറഞ്ച് ഷെയ്ഡൊന്ന് കൊടുത്തു നോക്കി. പിന്നെ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ളാക്കിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു ഐഡിയയും കൂടി നോക്കിയിട്ട് വരാം. ഇങ്ങനത്തെ പായയുടെ മെയിൻ പ്രോബ്ലമാണ് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കേടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ കേടായിട്ടുള്ള ഭാഗമല്ലേ, ഈ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ആ ഒരു നൂല് ഫുള്ള് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിടർത്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ചൊരു ക്ഷമ വേണം. കുറച്ചിങ്ങനെ ശ്രദ്ധിച്ചിട്ട് അത് പൊട്ടാണ്ട് കറക്റ്റ് ആ ഒരു നൂല് ഇങ്ങനെ മാറ്റി മാറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും, നല്ല അടിപൊളിയായിട്ട്. ഇനി ആ ഒരു നൂലൊക്കെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ. നമ്മളിത് കറക്റ്റായിട്ട് എടുത്ത ശേഷം ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ഏറ്റവും മാത്രം ഞാൻ വിടിയിച്ചില്ല കേട്ടോ. അപ്പോൾ വിടിക്കാണ്ടിരിക്കുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ. അപ്പോൾ വിട്ട് പോകുന്ന കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് പിടിച്ചാൽ മതി. ഇനി നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് കറക്റ്റ് നല്ല ടൈറ്റിലാക്കി എടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഇതേ സംഭവം അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളറും കൂടെ കൊടുത്താൽ സൂപ്പറാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസ് നമ്മളന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ നമ്മളിതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് കറക്റ്റ് വിടർന്ന് നിന്നോളൂ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും നിൽക്കാനായിട്ട് ആ ഒരു വേസിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ 2 കളറായിട്ട് റെഡും വൈറ്റും അതുപോലെ ബ്ലാക്ക് വൈറ്റ് ഇങ്ങനത്തെ കളർ കോമ്പിനേഷനിലൊക്കെ കളർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും കേട്ടോ. പിന്നെ അടുത്ത ഐഡിയ നോക്കാം നമുക്ക്. അപ്പോൾ അതേ ഞാൻ അധികം കേടാവാത്ത ഭാഗത്തുനിന്ന് ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കളയുക. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അത് ഊരി പോരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 4-5 എണ്ണമൊക്കെ ആ ഒരു പായയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയ്ക്കല്ലേ ഉള്ളൂ ഇത്. പിന്നെ ഞാൻ ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഇതിങ്ങനെ ഊരി പോരാണ്ടിരിക്കാനായിട്ട് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഊരി പോരില്ല. എന്നിട്ട് നമുക്ക് ആ തുണി ഇവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഒന്ന് അരികെ അടിക്കില്ലേ നമ്മൾ, അതുപോലെ ഒന്ന് മടക്കി വെച്ചു. അതിന് ശേഷമാണ് അത് കറക്റ്റായിട്ട് ഈ ഒരു പായൻ്റെ സൈഡിലേക്ക് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ അത്യാവശ്യം മോശമില്ലാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു 4-5 എണ്ണമൊക്കെ നമുക്ക് കേടാവാത്ത ഭാഗത്ത് നോക്കിയിട്ട്, ചിലപ്പോൾ ഇങ്ങനെ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല, എന്നാലും നല്ല പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ മാറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വല്ലാണ്ട് ചൂടുള്ളതല്ല, ഒരു മീഡിയം ലെവൽ ചൂടൊക്കെ വെച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു മാറ്റിൻ്റെ ഉപയോഗം നടക്കും. അപ്പോൾ ഇനി ഇങ്ങനെ കീറുന്ന സമയത്ത് ഈ ഒരു ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം, നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം എല്ലാവരും മറന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടെ ഒന്ന് നമുക്ക് ഭംഗിയാക്കാൻ ഒരു ലേസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ സൈഡിൽ. അപ്പോൾ വയലറ്റൊക്കെ കളർ തന്നെ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ മുകളിൽ മാത്രമല്ല താഴെയും നമുക്ക് ഈ ഒരു ലേസ് വെച്ചൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലവർ വേസായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്റ്റോൺസോ അങ്ങനത്തെ പേൾസൊക്കെ വേണ്ടെങ്കിൽ ഒട്ടിക്കാം. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കൂടുതൽ കളർഫുള്ളായിട്ട് വരണമെങ്കിൽ കളർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് കാണിച്ചു തന്ന 3 ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ എനിക്ക് രണ്ടാമതൊരു ചാനലുണ്ട്, പ്രാർത്ഥനാസ് വേൾഡ് എന്നാണ് പേര്. കൊച്ചു കൊച്ചു ടിപ്സും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, സിമ്പിൾ റെസിപ്പീസൊക്കെ. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത പുഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ മോളുടെ ചാനലാണ് ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന. അത് റിഡിൽസിൻ്റെ ചാനലാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് റിഡിൽസ്. അപ്പോൾ കൊച്ചു കൊച്ചു കൂട്ടുകാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.